നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് എപ്പിസോഡ് 86-ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ഡേറ്റ് 13/11/2024. അതായത് 13 ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. നിങ്ങൾക്കറിയാം അല്ലേ, ഇതിനു മുമ്പിലുള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 13 എന്നുള്ളത് പല കാൽക്കുലേഷനിലും നല്ലതും മോശവുമാകുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്തായാലും ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. അതുപോലെ ടോട്ടൽ വരുന്നത് 5ൻ്റെ എനർജിയും കൂടിയാണ്. അതായത് 4, 5, പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 5, അങ്ങനെ വരുന്ന ഒരു എനർജിയാണ്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഇതാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. ഈ 4ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരൽ, അതായത് ഇന്നത്തെ ഡേറ്റിൻ്റെ എനർജി വെച്ചിട്ട് പറയണം, 4ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരൽ പൊതുവേ അങ്ങനെ ജനിച്ച ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസാരമാണ്. അവർക്ക് ചിലപ്പോൾ അഗ്രസീവായിട്ട് സംസാരിക്കേണ്ടി വന്നേക്കാം, മറ്റുള്ളവരെ മനസ്സിനെ മുറിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് സംസാരിക്കാതിരിക്കണം എന്നല്ല അർത്ഥം. ഇവരുടെ ഈ സംസാരം തന്നെയാണ് ഇവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സംസാരം, ഇവരുടെ ആ ഒരു എനർജി അവർ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ട് ഇവർ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പേരെന്താണ്? ഹലോ, മിനി പുല്ലാട്. നിമി. ഓക്കെ. ആരുടെ? നിമിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? മകളുടെ പേര് പറയും. രേവതി. രേവതി. രേവതി PS. രേവതി PS ആണോ? ഓക്കെ. PS. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ രേവതിയുടെ. 1998. ഡേറ്റും മന്ത് വർഷം അങ്ങനെ പറയൂ. 1998 ഒക്ടോബർ 6. 1998 10/6/1998 അല്ലേ? രേവതി PS. ഓക്കെ. S4. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 6, ലൈഫ് പാത്ത് നമ്പർ 7. 6ഉം 7ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ അത് നല്ലൊരു കൂടിച്ചേരലാണ്. പക്ഷേ പേര് രേവതി PS അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് കരുതുന്നു. രേവതി PS. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് താമസം വരുത്തുന്ന, പല കാര്യങ്ങൾക്കും താമസം വരുത്തുന്ന ഒരു എനർജി ആയിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു വിജയം ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് പലപ്പോഴും നമുക്ക് തടസ്സങ്ങളാണ് അതിൽ കാണുന്നത്. അതാണ് ആ പേരിൻ്റെ എനർജിയും ആ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നോക്കുമ്പോൾ. പൊതുവേ ഡേറ്റ് ഓഫ് ബർത്തിന് വലിയ ദോഷം പറയാനില്ല. അതിപ്പം അതൊരു മികച്ചതായിട്ട് കാണുന്നതുകൊണ്ട്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ താമസം വരും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്താണ് അറിയേണ്ടത് മെയിനായിട്ട്? അന്നേരം അതിനി എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തുന്നത്? കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. ഓക്കെ. അപ്പോൾ ഇത് ഇവരുടെ കാര്യത്തിൽ ഈ എന്താ പറയുക, വ്യക്തിബന്ധങ്ങളിലൊക്കെ ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട രീതിയിലേക്കൊക്കെ വരും ഈ പേരിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് പേരിൻ്റെ കാര്യം നോക്കാം, എന്താണ് മാറ്റാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. PS അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരോ വെക്കാൻ വേണ്ടി പറ്റുമോ പേരിൻ്റെ കൂടെ? വെക്കാം. ഇതിപ്പം ഈ രേവതി PS എന്ന് വന്നത് പടിഞ്ഞാറേത്തിൽ വീട്ടിൽ സുനിൽ എന്നുള്ളത്. അപ്പോൾ രേവതിയുടെ ഭർത്താവിന്റെ പേര് നിഖിൽ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും നിഖിൽ എന്ന പേര് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന പേരാണ് കേട്ടോ. രേവതി നിഖിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകും.
ആഗ്രഹിക്കുന്ന പോലെ ഒരു വിജയത്തിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും. നിഖിൽ, NIKHIL. ഓക്കെ, അതേ സ്പെല്ലിംഗ് ആയിരിക്കണം. സ്പെല്ലിംഗ് മാറിയിട്ട് നമ്മൾ പേര് ആഡ് ചെയ്തിട്ടും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞ അതേ സ്പെല്ലിങ്ങിലായിരിക്കണം. NIKHIL, നിഖിൽ. അപ്പോൾ ആ ഒരു പേര് പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെ കുറേ കൂടി എളുപ്പമാകും. ആഗ്രഹിക്കുന്ന പോലെ ഇനിയിപ്പം ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബോ അങ്ങനെ എന്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അനുകൂലമായിട്ട് മാറി വരാനുള്ള സാധ്യത അതിലുണ്ട്. അപ്പോൾ ആ പേരിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തുക. അങ്ങനെ ഒരു പേരിൽ മാറ്റം വരുത്താൻ വളരെ എളുപ്പം കൂടിയാണ്. കാരണം ഹസ്ബൻഡിൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല, വളരെ സന്തോഷം. പരിപാടി കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഓക്കെ, തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് പരിപാടിയാ കേട്ടോ, നല്ല പരിപാടി. ഓക്കെ, വളരെ സമീപനമാണ്. ഓക്കെ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, വിളിക്കും ഞാൻ എന്റെ ഇളയ മോളെ കാര്യത്തിന് വേണ്ടി. തീർച്ചയായും വിളിച്ചോളൂ. ഓക്കെ, ഓക്കെ. എന്തായാലും പേര് നമുക്ക് നോക്കിയപ്പോൾ തന്നെ കിട്ടി. അതും ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേരിനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ കൂടെയുള്ള എനർജി അല്ലേ, പല ആൾക്കാരുടെയും കാര്യം ഇങ്ങനെയാണ്. സ്വന്തം വീട്ടിൽ പേര് ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് ഫുള്ളായിട്ട് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരോ ഇനി അല്ലെ തറവാട്ട്, അതൊക്കെ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും അവിടെ തന്നെ ഉണ്ടാകും, നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ. അപ്പോൾ രേവതി നിഖിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേര് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അതും ബുധൻ്റെ എനർജിയിൽ വളരെ പവർഫുള്ളാണ്. 41 എന്ന എനർജിയിലാണ് ആ പേര് കിട്ടിയിരിക്കുന്നത്. 41 എന്ന പേരിൽ മറ്റൊരു എനർജി ഉള്ളത് നരേന്ദ്രമോദി എന്ന നെയിമാണ്. അപ്പോൾ അതുപോലെ അതൊരു വളരെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ന്യൂമറോളജി പ്രകാരം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് 41 എന്ന എനർജി. 41 4 + 1 5 എന്നുള്ള എനർജി. 5 തന്നെ ബുധൻ്റെ എനർജിയാണ്. എന്ന് വെച്ചിട്ട് ഈ 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ നമ്പറും നന്നാകണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഓരോ സംയുക്ത സംഖ്യകളും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്. 14 ഒരു എനർജി ആണെങ്കിൽ 23 മറ്റൊരു എനർജിയാണ്, 32 മറ്റൊരു എനർജി, 41 50 59 എല്ലാം 5ൻ്റെ എനർജിയാണ്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള എനർജിയും കൂടി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 41 എന്നുള്ള എനർജി ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ഏറ്റവും യോജിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിന് ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. വിജയൻ. വിജയൻ. വിജയൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മകൻ്റെ. ഓക്കെ, മകൻ്റെ പേര് പറയും. കിയാൻ കൈരവ്. കിയാൻ കൈരവ്. KIAN KAIRAV. കിരൺ കൈരവ് എന്നല്ലേ പറഞ്ഞത്? അതെ അതെ. കിയാൻ എന്നാണോ അല്ല KIYAN അല്ലേ? വൈയില്ല, കിയാൻ. വൈ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഉള്ളത് ഏതായാലും പറയൂ, നമുക്ക് നോക്കാം. KI പറഞ്ഞോളൂ, സ്പെല്ലിംഗ് പറയൂ. KIAN ആണ് ഇപ്പൊ എഴുത്തിൽ വരണത്. കിയാൻ. ഓക്കെ, പിന്നെ എന്താണ് സർനെയിമായിട്ട് എന്താ പറഞ്ഞത്? കിയാൻ പി അല്ലേ? കിയാൻ കൈരവ് പി. കിയാൻ കൈരവ് പി. കൈരവിന് എന്ത് സ്പെല്ലിംഗ് ആയിട്ട് അതുകൂടി പറയും. KAY ആണോ? I ആണല്ലേ? IR. ഓക്കെ, കൈരവ് AV. ഓക്കെ, അപ്പോൾ കിരൺ കൈരവ്. ഇനീഷ്യൽ എന്തായിട്ടിരിക്കുന്നു പറഞ്ഞത്? പി. ഒരു പി അല്ലേ? ഒരു പി. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 8/11/2023. 8 അല്ലേ? 8/11/2023. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ.
കേൾക്കാമോ? ഓക്കെ ഓക്കെ. ആ, പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 8, അങ്ങനെ 8 2 തവണ വരുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് കുട്ടിയുടേത്. അപ്പോൾ കിയാൻ കൈരവ് പി എന്നുള്ള പേര് വ്യാഴത്തിൻ്റെ എനർജിയിലുള്ള ഒരു പേരാണ്. നമുക്കത് ഒരു മികച്ച ഇതാണെന്ന് പറയാൻ പറ്റില്ല, ഒരു വളരെ ദോഷവുമില്ല നല്ലതുമല്ല എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് പേര് 50% ബെസ്റ്റാണെന്ന് നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. കിയാൻ കൈരവ് എന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ബെസ്റ്റ് ആക്കുന്നത് നല്ലതായിരിക്കും, നന്നാകുക. ഒരു വൈയൂടെ ചേർക്കുകയാണെങ്കിൽ വൈ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാവും, പക്ഷേ അതിന് പി എന്ന ഇനീഷ്യൽ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ കിയാൻ എന്നുള്ളത് KIYAN ആക്കുക, എന്നിട്ട് കൈരവ് എന്ന് മാത്രം വെക്കുക, പിന്നെ വേറെ ഒരു ഇനീഷ്യൽ കൊടുക്കാതിരിക്കുക, പി ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ, കാരണം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം കൃത്യമായിട്ടുള്ള ഒരു പേര് തന്നെ വെക്കണം. കാരണം വലിയ 2 എനർജിയാണ് പേഴ്സണാലിറ്റിയിലും ലൈഫ് പാത്തിലും ഉള്ളത്. അതിനൊരു ലക്കിയസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നേതാവോ അല്ലെങ്കിൽ ആൾക്കാരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കുട്ടിക്കുള്ളത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരിക്കലും അത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെയൊന്നും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ആ കുട്ടിയുടെ കാരിയറിലേക്ക് വരുമ്പം ഞാൻ പറയുന്നത് ഒരു ഏകദേശം ഒരു 30 വയസ്സ് ആ ലെവലിലേക്കുമാണ് അവരുടെ യഥാർത്ഥ ആ ഒരു എനർജി വരിക. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഇങ്ങനെ നമുക്ക് ആ പേരിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കിയാൻ കൈരവ് എന്ന് മാത്രം ആക്കുക. അപ്പോൾ അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുള്ളായിട്ടുള്ള ബുധൻ്റെ എനർജിയിലുള്ള ഒരു പേരാണ്. അപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു എനർജീനെ നമ്മൾ ഒരു ഒരുപാട് വലിയ ഉയരങ്ങളിലൊക്കെ പോയ ആൾക്കാരുടെ എനർജിയാണ് ഈ എനർജി കേട്ടോ. അപ്പോൾ അത് ആയിട്ട് വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി. തീർച്ചയായിട്ടും നമുക്ക് ആ പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റി എന്നുള്ളതും ഭാഗ്യമാണ് അല്ലേ. ചിലത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ ഒരു പേരിനെ നമുക്ക് മികച്ചതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 8 ലൈഫ് പാത്ത് നമ്പർ 8 അല്ലേ. ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രാവശ്യം 8 വരുമ്പം തന്നെ അവർക്ക് വലിയ അല്ലേ തലയിൽ ഒരു ഭാരം അല്ലേ. നമ്മൾ പണ്ട് പറയാറില്ലേ 8ൻ്റെ പണി എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് 8ൻ്റെ പണി എന്ന് പറയുന്നത്? അത് നമ്മളെ ന്യൂമറോളജി പരമായിട്ട് നോക്കുമ്പോൾ 8 എന്നുള്ളത് ശനിയുടെ എനർജിയാണ്. അപ്പോൾ ശനി തരുന്ന എനർജി പൊതുവേ ജ്യോതിഷത്തിലും എല്ലാറ്റിലും പറയുന്നു, ശനിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് ജീവിതം മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ്. അത് വിട്ടുപോകത്തില്ല ആ സംഭവം. അത് ഇനി നല്ലതാണെങ്കിൽ നല്ലത്, ശനി പൂർണ്ണമായിട്ടും മോശം എന്ന് അല്ല അർത്ഥം. തീർച്ചയായിട്ടും ശനി നല്ലതായിട്ടുള്ളവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുമായിരിക്കും. പക്ഷേ അവർ കൃത്യമായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ശനി നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്കും തടുക്കാൻ പറ്റാതെ അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാം. അവർ നല്ലത് തന്നു കഴിഞ്ഞാലും ജീവിതം കാലം മുഴുവൻ അത് ഉണ്ടാകും. അപ്പം നമ്മൾ പലപ്പോഴും ശനിയുടെ കാര്യം പറയുമ്പോഴേക്കും അയ്യോ ശനിയുടെ ഇത്രയും മോശമാണ്, അത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമാണെങ്കിൽ ശനിയും അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഒരു ജഡ്ജാണ് എന്ന് നമുക്ക് ഓർക്കണം. അപ്പോൾ ഒരു ജഡ്ജിൻ്റെ എനർജിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ ന്യായാധിപൻ കൂടെ ഉണ്ടാകുമ്പോൾ എന്താണ്, നമ്മൾ കൃത്യമായിരിക്കണം. ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും പേടിക്കണ്ട. ന്യായാധിപനാണ്, നമ്മൾ ഉപദ്രവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയല്ല. പക്ഷേ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഉപദ്രവിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലാണ് ഓപ്ഷൻ അല്ലേ, കുറ്റം ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ കുറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ നമ്മൾ കാര്യങ്ങൾ നല്ല നേരും അങ്ങനെ പറയുന്നില്ലേ, അതുപോലെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അജിതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, മോളെ കാര്യത്തിന് വേണ്ടിയാ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, മകളുടെ പേര് പറയും. അഹല്യ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അഹല്യയുടെ. 27/4/1998. 27/4/1998.
1998. 1998 27/4/1998 അഹല്യ എ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ആ ശരി, ഏ ചെക്ക് ചെയ്യട്ടെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ആ ശരി ശരി. ഓക്കെ. നമസ്കാരം, കേൾക്കാമോ? ആ കേക്കാം കേക്കാം. അഹല്യ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഇട്ടിരിക്കുന്നത് AHALYA, അങ്ങനെ തന്നെയല്ലേ? ആ ആ അത് അതിൽ മാറ്റമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അഹല്യ. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം തന്നെ ആള് കുറച്ചുകൂടി എന്താ പറയുക, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതേസമയം ഇഷ്ടപ്പെടാത്തതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു എനർജി ഇതിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ സംസാരത്തിലൊക്കെ കുറ്റങ്ങൾ വരാതെ നോക്കണം. ഇതിലൊക്കെ ഈ എനർജി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒരു ബെസ്റ്റ് ആക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, പേരിനെ എന്താണ് അറിയേണ്ടത്? മെയിനായിട്ട് എന്താണ് അറിയേണ്ടത്? പേരിന്റെ കാര്യം തന്നെയാണോ? അവളുടെ പഠിത്തവും ജോലിയുടെ കാര്യം. അതാണ് പിന്നെ ഈ ഓരോരോ പഠിത്തവും ജോലിയുടെ കാര്യം തന്നെ. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് ഓരോരോ പിന്നെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് അതിലൊന്നും വിട്ട് പുറകോട്ട് മാറത്തുമില്ല. ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ന്യൂമറോളജിയിൽ കാണുന്നത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ബർത്ത് ആണ് എങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അഹല്യയിൽ ഒരു കാര്യമായിട്ടൊരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. അഹല്യ എ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഒന്ന് വെച്ച് നോക്കാൻ വേണമെങ്കിൽ. എന്റെ പേരിന്റെ അജിത എന്നുള്ളത് അല്ലേ? അഹല്യ അജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും അതിലൊരു പേരിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മളിപ്പോൾ അഹല്യ അജിത എന്ന് വെച്ച് നോക്കി, അതിൽ ബെസ്റ്റ് നമുക്കൊന്നും പറയാനില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഇതിൽ മാറ്റം വരുത്താനുണ്ടോ പേരിൻ്റെ കൂട്ടത്തിൽ? പേരിൽ എന്തെങ്കിലും സ്പെല്ലിങ്ങിലോ അല്ലെങ്കിൽ ആ പേര് ഇപ്പോൾ അച്ഛൻ്റെ പേരിൻ്റെ ഒരു ആദ്യത്തെ അക്ഷരം ചേർക്കാം, ഇനി അതല്ല തറവാട്ട് പേര് ചേർക്കാം, അങ്ങനെ വെച്ചിട്ട് മാറ്റം വരുത്താം. നിങ്ങൾ പ്രോഗ്രാം കാണാറില്ലേ? നമ്മുടെ പ്രോഗ്രാം അതെ, അതിൽ ഞാൻ വിശദമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ വെച്ചിട്ട് ആ പേരുമായിട്ട് നമ്മൾ വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്നത് വെക്കുമ്പോൾ നല്ലതായിരിക്കും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അത് നമുക്ക് ടൈപ്പ് ചെയ്ത് അതിൻ്റെ എനർജി ഓരോന്നും നോക്കിയിട്ടേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവിൻ്റെ എനർജിയിലാണ് പേര് കിടക്കുന്നത്. അപ്പോൾ അപ്രതീക്ഷിത ഉയർച്ച, അപ്രതീക്ഷിത താഴ്ച പറയാം. അതുപോലെ പിന്നെ ഇതുപോലെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്, അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയൊക്കെയാണ് ജീവിതത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിൽ മാറ്റം വരണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ മാറ്റം വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിർബന്ധിക്കില്ല പേര് മാറ്റണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഒരാളുടെ കർമ്മ, അതായത് ഓരോരോ മനുഷ്യർക്കും കർമ്മയുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ അവർക്ക് തന്നെയാണ് അവകാശം കേട്ടോ. ഞാൻ അതിൽ ഇടപെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. തീർച്ചയായിട്ടും നിങ്ങളാണ് അതിലെന്തെങ്കിലും തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതാണ്. ഓക്കെ, എന്തായാലും എന്നെ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അതായത് നമ്മൾക്ക് ഒരാളുടെ കർമ്മ, അല്ലെങ്കിൽ അല്ലേ, ഓരോരോ ആൾക്കാർക്കും അവരവരുടെ കർമ്മകളും അതും പിന്നെ ഇവിടെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഭഗവാൻ കൊടുക്കുന്നതാണ്. അവർക്ക് ഇന്നതൊക്കെയാണ് ജീവിതം പോകേണ്ടത്, അത് അങ്ങനെയൊക്കെയാണ് അവർ അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ജ്യോതിഷം പഠിച്ച ആളോ അല്ലെങ്കിൽ അതല്ല ഒരു ന്യൂമറോളജിസ്റ്റോ ഇനി അതല്ല അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പോകൂ എന്ന് പറയുമ്പോൾ അവരുടെ കർമ്മഭാണ്ഡം നമ്മൾ വേറുന്ന അവസ്ഥയായി. മനസ്സിലായോ? ഭഗവാന്റെ നിശ്ചയമാണ്. അപ്പോൾ അവർ തന്നെ തീരുമാനിച്ചിട്ട് ഇതുപോലെ ഒരാളോട് ചോദിക്കണം, ഇതുപോലെ എൻ്റെ കർമ്മത്തിൽ ഒരു മാറ്റം എന്താണ് വരുത്താൻ വേണ്ടി സാധിക്കുക.
അപ്പോൾ അത് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾക്ക് കുറ്റമില്ലാതിരിക്കുക. നമ്മളത് എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം, അത് മാത്രമാണ് നമുക്ക് ചെയ്യാം. അല്ലാതെ ഒരാൾ അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് പേരിൽ നിന്ന് മോശമുണ്ട്, ഞാനത് മാറ്റിത്തരാം. അപ്പോൾ അവരുടെ ആ കർമ്മം മാറ്റുക എന്നുള്ളത്, ആ കർമ്മം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഒരു ന്യൂമറോളജിസ്റ്റ് ആയാലും ഇനി ജ്യോതിഷമായാലും ഏതൊരു മാസ്റ്ററും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്നത് മാറ്റണം, അവർ തന്നെ തീരുമാനിക്കണം ഇതൊന്ന് മാറ്റി തരുമോ. അപ്പോൾ ഈ ചെയ്തു കൊടുക്കുന്നവർക്ക് കർമ്മത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊരു കാര്യം, ഒരു സൂചന ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതായത് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റാൻ അവരെ ഒരു പണി ഏൽപ്പിക്കാം അല്ലേ. ഇപ്പം നമുക്കൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ തന്നെ സ്വയമല്ലല്ലോ പണിയുന്നത്, നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയല്ലേ. അവർക്ക് അതിന് പൈസ കൊടുത്തിട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മൾക്ക് വേണ്ട കാര്യം നമ്മൾ തന്നെ തീരുമാനിച്ച് ചെയ്യണം. അത് ചൂണ്ടിക്കാണിക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം, പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഷമീറിനെ നോക്കാൻ വേണ്ടിയായിരുന്നു. ഷമീറിൻ്റെ ഉമ്മ അല്ലേ? ഓക്കെ. ഷമീർ എൻ. ഷമീർ എൻ. ഷമീർ എൻ അല്ലേ? ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഷമീറിൻ്റെ. 2/2/1992. ഓക്കെ, 2/2/1992. ഞാൻ ചെക്കായിട്ട് പറയാം. ഷമീർ എസ്, ഞാൻ സ്പെല്ലിംഗ് ഒന്ന് കൺഫേം ചെയ്യാൻ. SHAMEER എൻ. ഓ സമീർ ആണ് അല്ലേ? സമീർ. ഓക്കെ. എന്തായാലും ഞാൻ എന്തായാലും ഞാൻ കൺഫേം ചെയ്തത് നന്നായി. ഞാൻ ചെക്കായിട്ട് പറയാം. ശരി. കേൾക്കാമോ? ഇപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും പേരും അനുസരിച്ചിട്ട്, അതായത് പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 7 ആണ്. 2ഉം 7ഉം കൂടിച്ചേരൽ പൊതുവേ നല്ലതാണ്. പക്ഷേ എന്താ പറയുക, എല്ലാ കാര്യത്തിനെയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയാം. എല്ലാ കാര്യത്തിനും അധികം വിഷമിക്കുന്നത് അല്ല, ചെറിയ ഒരു കാര്യത്തിന് പോലും അധികം വിഷമിക്കുന്ന അവസ്ഥ, അതിനു വേണ്ടിയിട്ട് വിഷമം കൊണ്ട് വാശി പിടിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ ന്യൂമറോളജി പ്രകാരം ഇതിൽ കാണാനുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ബെസ്റ്റ് ആവണമെങ്കിൽ ഇപ്പോഴുള്ള പേര് ഇപ്പോൾ കാരിയർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യും. ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാൻ ഈ സമീർ എന്നുള്ള പേര് വെച്ചുകൊണ്ട് പോയാൽ സാധിക്കും. അതിനങ്ങനെ വലിയ ദോഷം പറയാനില്ല. പക്ഷേ ഇതുപോലെ മാനസികപരമായിട്ട് ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിഷമിക്കുന്ന അവസ്ഥയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ അവസ്ഥ ആണ് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നമുക്ക് ആദ്യം കാണേണ്ടത്. വളരെ മൃദുലമായിട്ടുള്ള ഒരു മനസ്സായി പോകും. ചില എന്താ പറയുക, പൊതുവെ ചെറിയ പെൺകുട്ടികളുടെ, അങ്ങനെ ഇപ്പം പെൺകുട്ടികളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, എന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം പറയുന്നത്, ചെറിയ പെൺകുട്ടികളെ പോലെ തൊടുന്നതിനും ഏതിനും വിഷമിക്കുന്നതും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു മാനസികപരമായിട്ടൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു പേര് നൽകണം. അപ്പോഴാണ് ഈ ഒരു എനർജീനെ ഒന്ന് മാറ്റി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ സമീർ എന്നുള്ളത്, നമുക്ക് എന്നുള്ളത് അത് വാപ്പാൻ്റെ പേരാണോ? അല്ല, എന്താണ്? നിയാസ്, നാസർ. ഓക്കെ. ഉമ്മന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വെക്കാൻ പറ്റുമോ? എന്റെ വീട്ടിൽ പേര് പാറക്കലിനാണ്. എന്റെ താഹിറ ടി ആണ്. ഞാൻ ടി ആണല്ലേ? ഫാദറിന്റെ പേര് ഒന്നുകൂടി പറയൂ. നാസർ എന്നാണോ പറഞ്ഞതല്ല? അവരുടെ പേര് നാസർ. നാസർ. ഓക്കെ.
നാസർ കഴിഞ്ഞിട്ട് അവരുടെ എന്തെങ്കിലും ഇനീഷ്യൽ വേറെ എന്തെങ്കിലും ഇനീഷ്യൽ കൊടുക്കാൻ പറ്റുമോ? അത് അവരെ ഉപ്പാന്റെ ഒന്നും എനിക്കറിയില്ല. അതല്ലേ. ഇവിടെ വീട്ടും പേരില്ല. ഇങ്ങനെ ഉപ്പാന്റെ ഇല്ല, ആരുടെ അവസാനം വരുന്ന അക്ഷരാണ് ഇവിടെ അറിയുള്ളൂ. വീട്ടും പേരില്ല. ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇതിലിപ്പം ഇപ്പോൾ ഇതിനെ ഒന്നുകൂടി ബെസ്റ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള ചെയ്യാൻ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്പെല്ലിങ്ങിൽ വലിയ ഇതായിട്ട് കാണുന്നതാണ്. ഓക്കെ. ഇതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് അറിയായിരുന്നു. ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാസൃഷ്ടികൾക്കൊക്കെ നല്ലൊരു എനർജിയാണ്. അതുപോലെ പിന്നെ ഈ എന്താ പറയുക, ഏതെങ്കിലും ഈ എഡിറ്റിംഗ് അതുമൊക്കെ പോലെയുള്ള വർക്കിലും അതുപോലെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നല്ലൊരു എനർജിയാണ്. പിന്നെ ഗവൺമെൻറ് ജോബിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും അനുകൂലമായിട്ട് കാണുന്നുണ്ട്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ? ഇവര് എന്താണ് ഡാർപ്പായി കടയുണ്ടല്ലോ, സ്റ്റാഫായി പോകും. ഡാർപ്പായി കടയിൽ സ്റ്റാഫായി പോവുക. കാർപ്പൻ്റർ ആയിട്ടാ? ഡാർപ്പായി ഉണ്ടാവില്ലോ, ഡാർപ്പായി കടയില്. ഓക്കെ ഓക്കെ. കടയിൽ സ്റ്റാഫായി പോവുക. സ്റ്റാഫായിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു പേര് എന്നെ ഒന്ന് മികച്ചതാക്കണം. ഇപ്പോൾ ഇതിൽ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എന്നെ അങ്ങനെ ഇതില്ല. പിന്നെ കാരിയറിൽ ഞാൻ പറഞ്ഞ പോലെ പിന്നെ മകൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാനൊക്കെ സാധിക്കും. പക്ഷെ അതിനൊക്കെ തടസ്സം നിൽക്കുന്നത് ഈ മാനസിക പ്രയാസങ്ങളാണ്. അപ്പം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ സാധിക്കും, ഉയരങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. ആ പേരിനിപ്പം ഞാൻ നാസർ എന്ന് വെച്ച് നോക്കി. ഈ നാസർ എന്ന് വെച്ചിട്ട് തന്നെ അതിൽ എച്ച് ചേർത്തിട്ട് ഇതാ വെച്ച് നോക്കി, ഷമീർ എന്നാക്കി ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെച്ച് നോക്കി. എന്നിട്ടും അതിലൊരു ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ചില കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷേ ചിലതാണെങ്കിൽ താമസം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യാനാണ് എനിക്കിപ്പം പറയാനുള്ളത് കേട്ടോ. ഒരു ന്യൂമറോളജിസ്റ്റിനെ തന്നെ കണ്ടിട്ട് എന്നെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഉമ്മക്ക്? ഇല്ല ഇല്ല. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പക്ഷേ ആ പേരിനെ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ തന്ന ഓപ്ഷൻ പ്രകാരം നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഷമീറിന് വെച്ച് നോക്കി, അച്ഛൻ്റെ പേര് മുഴുവനായിട്ടും വെച്ച് നോക്കി, ഇതിലൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യുക, ആ പേരിനൊന്ന് ബെസ്റ്റ് ആക്കുക. കാരണം കഴിവുള്ള വ്യക്തിയാണ്. കഴിവുള്ള വ്യക്തിയുടെ ആ ഒരു എനർജി പുറത്തേക്ക് വരണമെങ്കിൽ ആ പേരും അതുപോലെ അവരെ വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അതെ, അതുകൊണ്ടാണ്. ഓക്കെ, അത് തന്നെയാണ് അവസ്ഥ ഇതിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന് ഒരു ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒക്കെ ഞാൻ തയ്യാറായി. നാട്ടിൽ സെറ്റിൽ ആയത്, പിന്നെ അവരിങ്ങോട്ട് പോരുകയും ചെയ്തു, എന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പം മാനസികമായിട്ട് അത് വളരെ പ്രയാസപ്പെടുത്തും. അതാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ ഒരവസ്ഥയിൽ അതെ, ഇത് അത് ദേഷ്യം ഈ ഇമോഷണലി ആയിട്ട് നമ്മൾ ടയർഡായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം രണ്ട് ഓൾറെഡി എന്താണ് ഇതിൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഓൾറെഡി ചന്ദ്രൻ്റെ എനർജിയാണ്, പിന്നെ കേതുവിൻ്റെ എനർജിയാണ്. അത് ഓൾറെഡി മനസ്സിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആ രണ്ടും കൂടി ചേരുമ്പോൾ അതിന് വീണ്ടും അതുപോലെയുള്ള 25 എന്ന എനർജി 2+7 എന്നുള്ള എനർജിയിൽ വീണ്ടും ഒരു കേതുവിൻ്റെ എനർജിയിൽ പേരും. അതുകൂടാതെ അതിൻ്റെ അകത്ത് മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്, അതും തന്നെ അല്ല. അപ്പോൾ ഈ മാനസികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഇതിൽ കാണുന്നുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ ദുഃഖവും ദേഷ്യവും എല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണെന്നേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ന്യൂമറോളജി പ്രകാരം ചെയ്യാനുള്ളത് ഏറ്റവും ബെസ്റ്റായിട്ട് ആ പേരൊന്ന് മാറ്റുക. പിന്നെ നിങ്ങൾക്കൊരു കുറച്ച് നമ്മളെ കുറച്ചും കൂടി ഈസി ആക്കുന്ന ഒരു കാര്യമാണ് കാറ്റ്സ് ഐ എന്ന ഒരു സ്റ്റോൺ ധരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അത് വലത് കൈയിൽ നടുവിരലിൽ ധരിക്കാൻ വേണ്ടി പറ്റുമോ? കാറ്റ്സ് ഐ വൈഡൂര്യം എന്നുള്ള സ്റ്റോൺ. അത് നല്ല ജ്വല്ലറിയിലൊക്കെ കിട്ടുമല്ലോ, നല്ല ജ്വല്ലറിയിൽ തന്നെ കിട്ടും അത് പിന്നെ. അപ്പോൾ അത് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളിയിൽ ധരിക്കാം. വെള്ളിയിൽ ആണുങ്ങൾ ധരിക്കുള്ളൂ അല്ലേ? അപ്പോൾ അത് കാറ്റ്സ് ഐ വൈഡൂര്യം. അപ്പോൾ അതിനൊരു ശമനം കിട്ടും. അതാണ് ഇതിന് പറയാനുള്ളത്. അല്ലാണ്ട് ഒരു പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ആ പേരിലൊരു നല്ലൊരു മാറ്റവും വരുത്തുക. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശരി.
അപ്പോൾ സമീറിൻ്റെ കാര്യം അതാണ്. ഇനിയിപ്പം കൂടുതലായിട്ട് പറയാനില്ല. അതാണ് തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. പേരിൻ്റെ എനർജി 2 ലൈഫ് പാത്തിൻ്റെ എനർജി 7, പേര് വീണ്ടും 7 അതിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യം വീണ്ടും 2. അപ്പോൾ എന്താ, നമുക്ക് വേറെ ഒന്നും എന്താ പറയുക, ചിന്തിച്ച് അധികം ഒന്നും എവിടെയും പോകണ്ട. മനസ്സിൽ ആണ് പ്രശ്നങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. അല്ലാണ്ട് എന്താ പറയുക, അതും അനാവശ്യ കാര്യങ്ങളാണ്. നമ്മൾ ഒരു ഒരു പുറമേ ഒരാൾ ഒരു ജെൻറ്റിൽമാൻ വന്ന് നോക്കുകയാണ്, എന്താണ് അതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇവർക്ക് അത് മാനസികമായി പ്രയാസം ചെയ്യും. അതാണ് പറയാനുള്ളത്. നമുക്ക് കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നീതു. ഓക്കെ, നീതുവിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, നീതുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് പറയും. നീതു വി സെബാസ്റ്റ്യൻ. ഡേറ്റ് ഓഫ് ബർത്ത് 13/9/1988. 13/9/1988. നീതു വി സെബാസ്റ്റ്യൻ 13/9/1988. ഓക്കെ, ഞാൻ കേട്ട് പറയാം. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 3. 4ൻ്റെയും 3ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ പേരിൻ്റെ എനർജിയും വെച്ച് നോക്കുമ്പോൾ പേര് ഇതിന് അനുകൂലമാകുന്ന ഒരു പേരല്ല ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും ഒരു ആവറേജ് ആയിട്ടുള്ള പേര് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു എന്താ പറയുക, ഇനി 4ൻ്റെ എനർജിയിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ നമുക്ക് നല്ല കഴിവുള്ള എനർജിയാണ്. സംസാരം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവുള്ള എനർജിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതായത് ഇന്നത്തെ ഡേറ്റ് കൂടിയാണ് 13 എന്നുള്ളത്. ആ 13ൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. ഈ സംസാരം കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഇതൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അഗ്രസീവായിട്ട് സംസാരിക്കാം, അതൊക്കെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഫസ്റ്റ് ലുക്കിൽ പറയേണ്ടത്. എന്താണ് അറിയേണ്ടതെന്ന് ഇത് വി സെബാസ്റ്റ്യന്? ഞാനിപ്പോ ഒരു ഗൾഫിലോട്ട് പോകാൻ ഒരു ഇതുണ്ട്. അപ്പൊ അത് നമ്മള് നല്ലതാണോ ചീത്തയാണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കേസിലേക്കാ? ഗൾഫിലേക്ക് പോകാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സമയം എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോഴും ശ്രമിക്കുന്ന, അതായത് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നതാണെങ്കിൽ അത് അനുകൂലമായി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. അത് കുഴപ്പമില്ല, ശ്രമിക്കുന്നത് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളിലും കർമ്മത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ദിവസമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണി നന്നായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം കൂടി അടുത്ത വർഷം കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോലിക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഹാർഡായിട്ടൊരു വർക്കിലേക്ക് പോകേണ്ട സമയമാണ് അടുത്ത വർഷം. അപ്പോൾ അത് അപ്പോൾ നീതു വി സെബാസ്റ്റ്യൻ എന്തായാലും പാസ്പോർട്ടിലൊക്കെ അതിൻ്റെ ഫുള്ളായിട്ടുള്ള പേരായിരിക്കും വരിക. അപ്പോൾ ഈ എനർജി നോക്കിയിട്ട് ഞാൻ പറയുന്നതിനും വലിയ അർത്ഥമില്ല. കാരണം വി ഒക്കെ അതിൽ ഫുൾ ഫോം ആയിട്ട് വരും. നീതു വി സെബാസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഈ പേരിൻ്റെ എനർജിയും ഞാൻ അധികം നോക്കിയിട്ട് പറയുന്നതിനെ കൊണ്ട് അർത്ഥമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഗൾഫിലൊക്കെ പോകുമ്പോൾ പേരിൻ്റെ എനർജി മാറും. അപ്പോൾ പാസ്പോർട്ടിലുള്ള ഫുള്ളായിട്ടുള്ള പേര് വേണം.
നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും കർമ്മത്തിന് അടുത്ത വർഷം ഏറ്റവും നല്ലതാണ്. ഈ വർഷമാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള റിസൾട്ടും ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കൊടുത്തിരിക്കുകയാണോ, വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണോ ഗൾഫിലേക്ക് പോകാൻ? ഞങ്ങൾ ഡോക്യുമെന്റ് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ. അടുത്ത വർഷമൊക്കെ ഏകദേശം ഒരു ജനുവരിയിലോട്ടൊക്കെ ആവുള്ളൂ. പോകലും കാര്യങ്ങളൊക്കെ അടുത്ത വർഷത്തേനെ ആവുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും ഡോക്യുമെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് കൊടുത്തിട്ട് നന്നായി. ഈ വർഷം കൊടുക്കുന്നത് ആരംഭിക്കുന്നത് നല്ല ഫലത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉള്ളതാണ് എന്തായാലും. അപ്പോൾ അടുത്ത വർഷം അത് സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്താണോ അധ്വാനിക്കുന്നത് അതിന് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് പിന്നെ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ സംസാരത്തിലുള്ള കാര്യങ്ങളും പിന്നെ കർമ്മത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അഗ്രസീവായിട്ട് സംസാരിക്കാതിരിക്കാനുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകണം. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. അപ്പോൾ നിതു വി സെബാസ്റ്റ്യൻ ആണ് വിളിച്ചത്. പിന്നെ അവരുടെ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 3 കൂടിയാണ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇന്നത്തെ ദിവസം 13ൻ്റെ ദിവസം അല്ലേ, ഇന്ന് 13-ാം തീയതി ആണല്ലോ, ബുധനാഴ്ച. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പിന്നെ ഒരു എനർജി കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതേ എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ എന്താ പറയുക, മാനേജ്മെൻറ്റ് ലെവലിലും പിന്നെ എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ നിൽക്കാനുള്ള ഒരു എനർജിയാണ് അവർക്കുള്ള പ്രശ്നം. ആ പേരും കൂടി വരുമ്പോൾ, നല്ല പേരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതായത് പിന്നെ ആവർത്തിച്ച് പറയേണ്ട അല്ലേ, മാനേജ്മെൻറ്റ് ലെവലിൽ ആ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ, അതാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യാം. പിന്നെ മെഡിസിനും ഇതൊക്കെ അവർക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ നിയന്ത്രിക്കേണ്ട ആളാണ് മറ്റുള്ള ആൾക്കാരെ. അപ്പോൾ എന്തായാലും പിന്നെ അവരുടെ സമയം വെച്ച് നോക്കുമ്പോഴേ പിന്നെ ഈ വർഷം പേഴ്സണൽ ഇയർ, ഓരോരോ വ്യക്തിയുടെയും പേഴ്സണൽ ഇയർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ വർഷം നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വർഷം അവരത് എന്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞാലും വിജയത്തിലേക്ക് പോകാനുള്ളതും, അടുത്തൊരു വർഷം കൃത്യമായിട്ട് കർമ്മത്തിൽ ഉയർച്ച സംഭവിക്കേണ്ടതും ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അവർ കൃത്യമായിട്ടാണ് ഒരു അപേക്ഷ കൊടുത്തു വെച്ചിരിക്കേണ്ടത്, തുടങ്ങി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വർഷം അത് അനുകൂലമായിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളുണ്ട്, ആ കോളിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് ആൻസൺ വർഗീസ് ആണ്. ആൻസൺ ആൻസൺ വർഗീസ്. ഓക്കെ, ആൻസൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ, ആൻസൺ വർഗീസ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 11/6/1983. 11/6/1983. ആൻസൺ, ANSAN അല്ലേ? SON, ആൻസൺ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആൻസൺ വർഗീസ്, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2 ആണ്. 2 തവണ 2 റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതുമാത്രമല്ല 11 എന്ന മാസ്റ്റർ നമ്പറിലാണ് പിന്നെ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ്, എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ ആൻസൺ വർഗീസ് എന്നുള്ള പേര് പിന്നെ കാരിയർ ലെവലിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്താണ് അറിയേണ്ടത് മെയിനായിട്ട്? നിങ്ങൾ കാരിയർ ആയിട്ട് മുന്നോട്ട് കാരിയറിൽ ഇപ്പോൾ പിന്നെ അതിനകത്തുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് ശനിയുടേതാണ്. അപ്പോൾ അതിന് കുറച്ച് കാലതാമസവും നമുക്ക് സ്ട്രഗിളിങ്ങും മാനസികമായിട്ട് അനുഭവപ്പെടുന്നല്ലാണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻസൺ വർഗീസ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ വേറെ ഇനീഷ്യൽ വല്ലതും ഒന്നുമില്ലല്ലോ? VARGHESE അല്ലേ? അത് സാധാരണ വർഗീസിൻ്റെ സ്പെല്ലിംഗ് ആണല്ലോ. അതിപ്പോൾ അതിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് അതെ. അപ്പോൾ അത് ആൻസൺ വർഗീസ് എന്നുള്ള പേര് പിന്നെ 51 വരുന്നത്, അതിൻ്റെ എനർജി വരുന്നത്. അതുമാത്രമല്ല, അത് 51 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിം നമ്പറിൽ നല്ല കാര്യമാണ് പറയാനുള്ളത്.
അപ്പോൾ ആ. അതിനകത്തുള്ളൊരു എനർജീസിൽ കുറച്ചൊരു പ്രശ്നമുണ്ട്. അത് പിന്നെ അപ്പോൾ അതിനെ വലിയ ഇതായിട്ട് പറയാനില്ല. അത് നമുക്ക് മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത്. അതായത് സ്ട്രഗിളിങ് 17 എന്ന എനർജിയിലാണ് അതിൻ്റെ വവൽസ് എനർജി വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാലതാമസമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് കാരിയർ ലെവലിൽ ഘട്ടം ഘട്ടമായിട്ട് വിജയിച്ച് കയറാനൊക്കെ പറ്റും. അതാണ് പറയാനുള്ളത്. ആ അപ്പോൾ പേരിൽ മാറ്റം നോക്കുകയാണെങ്കിൽ അത് വിശദമായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉള്ളത് ലക്കി നമ്പർ എന്ന നിലയിൽ ലക്കി നമ്പർ വന്നിട്ടുണ്ട്. പക്ഷെ അകത്തുള്ള എനർജീസാണ് നമുക്ക് നോക്കി റെഡിയാക്കാനുള്ളത്. ലക്കി നമ്പർ എത്രയാണ്? നിങ്ങളുടെ ലക്കി നമ്പർ 6 6 ഒരു ലക്കി നമ്പറാണ്. അതിൽ തന്നെ പേര് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു അങ്ങനെയാണ് അതിൽ പറയേണ്ട ഒരു കാര്യം. എന്താണ് വേണ്ടത് പേരിനെ? അതും എന്നും ബെസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വിശദമായിട്ട് നോക്കണം. ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നോക്കേണ്ടി വരും. ആ ഇപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 2 അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ ലൈഫ് പേഴ്സണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. അത് നമുക്ക് കുറച്ച് സ്പിരിച്വലായിട്ട് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. സ്പിരിച്വലായിട്ടുള്ള കാലഘട്ടം, അങ്ങനെ പിന്നെ പ്രാർത്ഥനയും ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു കാലഘട്ടം വരാനുള്ളത്. അതും നിങ്ങൾക്ക് ഒരു പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എന്താണോ നിങ്ങൾ കർമ്മം ചെയ്യുന്നത് ആ കർമ്മ മേഖലയിൽ തന്നെ നിൽക്കാനാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഈ വർഷം ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോയി കഴിഞ്ഞാലും ഇനിയിപ്പോൾ അടുത്ത വർഷത്തിലേക്ക് പോകുമ്പം അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ അപ്പുറത്തെ വർഷവും ഏകദേശം നിങ്ങൾ എന്താണോ ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ പോവാം. അതിനുശേഷം നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്. 2 വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാത്തിരിക്കേണ്ട. കർമ്മം ഇപ്പം ചെയ്യുന്നതിൽ നമുക്ക് മികച്ചതാക്കിയിട്ട് മുന്നോട്ട് പോവാം. ഇപ്പം എന്താണോ ചെയ്യുന്നത് അതിൽ മികച്ചത് നമുക്ക് മികവ് കണ്ടെത്താം. പുതിയതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് ശേഷമായിരിക്കും ബെസ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ചെറിയൊരു മന്ദഗതിയാണ് ഇപ്പോൾ കാണാനുള്ളത് എന്തായാലും. അപ്പോൾ ആ ഒരു മന്ദഗതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാലഘട്ടം ഓരോരാൾക്കും ഇങ്ങനെ ഓരോരോ കാലഘട്ടം ഇങ്ങനെ ഈ റൗണ്ട് അടിച്ച് വരും. അതിന് നമ്മൾ പിനാക്കിൾ നമ്പർ എന്നാണ് പറയാ. അപ്പോൾ ആ ഒരു എനർജി ശനിയുടെ കുറച്ചും കൂടി ഇപ്പം നമ്മളങ്ങനെ ദശ നോക്കുന്നില്ല. എന്നിരുന്നാലും ന്യൂമറോളജി പ്രകാരമുള്ള എനർജി പ്രകാരം ശനിയുടെ കുറച്ചും കൂടി ശക്തമായിട്ടുള്ള സമയം വരുന്നത് ഈ ഡിസംബർ കഴിഞ്ഞിട്ട് വരാനുള്ള സമയമാണ്. ഇപ്പം പോകുന്ന കാലഘട്ടത്തിൽ ഉപരിയായിട്ട് കുറച്ചും കൂടി അത് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ സംഭവത്തിനെ എടുക്കാം. എന്നിരുന്നാലും ആഗ്രഹിക്കുന്നതിലേക്ക് എത്തേണ്ട സമയത്ത് കുറച്ച് കൂടി കാലതാമസമാണ് അതിൽ പറയാനുള്ളത്. കാലതാമസം അതിൽ ഉറപ്പായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ആ ഓരോരോ കാലഘട്ടത്തിനെ നമ്മളങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നില്ലേ, ആ ഒരു സമയമാണ് നമ്മളുള്ള കാര്യവും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അവസരം വരുമ്പോൾ നമുക്ക് മികച്ചതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയാനുള്ളത് ന്യൂമറോളജി പ്രകാരം. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറാനായിട്ട് ഇപ്പോൾ ഇതിലത്തെ അവസ്ഥ അങ്ങനെയാണ് പറയുന്നത്. ന്യൂമറോളജിയിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മാറില്ല, അത് നമ്മളെ അങ്ങനെ തന്നെ വിഷമിപ്പിക്കും എന്നുള്ളതും കാണേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും കാര്യങ്ങൾ അനുകൂലമായിട്ട് മറിയും. ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ. അത് കുറച്ച് നാൾ നീണ്ടു പോകാനുള്ള സാധ്യതയാണ് പറയാനുള്ളത്. ഹോസ്പിറ്റാലിറ്റി ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ പറയാനുള്ളത് ഇപ്പോൾ ഉള്ളതിന് ഒരു കൃത്യമായിട്ട് ഒരു ഡിസംബർ മാസത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള കാലം വരും. അതായത് ഇപ്പോൾ ഒരു അസുഖത്തിനുള്ള ഒരു ശമനം എന്ന രീതിയിൽ പിന്നെ അത് വരും. പിന്നീട് കാരിയറിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പറയേണ്ടത്. അസുഖത്തിൻ്റെ ശമനം അങ്ങനെയുള്ളതിന് ഒരു നമുക്ക് ഒരു സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് ഡിസംബർ മാസത്തിൽ. ഒപ്പം എനിക്കിതിൽ പറയാനുള്ളത് എന്തായാലും നമ്മൾ പൊതുവെ ദേവിയുടെ എനർജി അല്ലെങ്കിൽ മാതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേ വർഷം ഈ വന്ന അടുത്ത ജൂൺ മാസം വരെ
കുറേ കൂടി പിന്നെ എന്താ പറയുക പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ അനുകൂലമായിട്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചിട്ട് പ്രാർത്ഥന വേണ്ടാന്നല്ല പറയുന്നത്, പക്ഷേ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ടും പറയാനുള്ളത് പിന്നെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയണമെങ്കിൽ പിന്നെ രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് പറയാനാണ് പറയേണ്ടത്. ഇപ്പം അറിഞ്ഞാലേ അതിൻ്റെ അതെ കമ്പാറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. അതും ഈ കാലഘട്ടത്തിൽ കൂടുതൽ പിന്നെ എന്താ പറയുക, ഈ ഒരു ജൂൺ മാസം വരെ ഈ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ഈ മാതാവിനെ തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, പൊതുവെ പിന്നെ ഒരു നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോകാൻ എന്നൊക്കെയാണ് ഉപദേശിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ സ്തുതിക്കുക. മാതാവിൻ്റെ അടുത്ത് ഒരു ശക്തമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു എനർജിയുടെ കാര്യം അങ്ങനെയാണ്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സെബാസ്റ്റ്യൻ. ഓക്കെ, സെബാസ്റ്റ്യൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓക്കെ, എന്താ പേരെന്താ ഒന്നുകൂടി പറയൂ? നിതിൻ സെബാസ്റ്റ്യൻ. നിതിൻ. ഓക്കെ, നിതിൻ സെബാസ്റ്റ്യൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ നിതിൻ സെബാസ്റ്റ്യൻ്റെ. 92 മെയ് 11. 11/5/1992. എത്ര പറഞ്ഞത്? 92. നിതിൻ സെബാസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. നിതിൻ സെബാസ്റ്റ്യന് എന്താണ് അറിയേണ്ടത്? നടക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? അവന്റെ വിവാഹം നടക്കുമോന്ന് അറിയാം. ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോ അങ്ങനെ ഒരു തടസ്സം ഇപ്പോൾ പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പം നിതിൻ സെബാസ്റ്റ്യൻ എന്നുള്ള കാര്യം ഇപ്പോൾ കരിയർ ലെവലിലൊക്കെ എന്താ പറയുക, ജോബൊക്കെ റെഡി ആയല്ലോ, നല്ല ജോലി തന്നെ അല്ലേ? ഇലക്ട്രീഷ്യൻ. അപ്പോൾ എന്തായാലും നിതിൻ സെബാസ്റ്റ്യന് പേരിൻ്റെ പ്രകാരമൊന്നും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വലിയ ദോഷമൊന്നും പേരിൽ പറയാനില്ല. അപ്പോൾ പേര് 2, 1 എന്നുള്ള എനർജിയാണ്. അപ്പോൾ അതിന് പൊതുവേ ഉള്ളൊരു കാര്യം പറയാനുള്ളത്, പല കാര്യങ്ങളും എന്താ പറയുക, കയ്യിൽ വരുമ്പോൾ അടുത്ത് വരെ സുഖമായിട്ട് വരും. പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ട ആ സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് സ്ഥാനം തെറ്റി പോകുന്ന ഒരവസ്ഥ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഈ വർഷം നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ നല്ലോണം? അവന് പറഞ്ഞ അവനത്ര വലിയ ഉത്സാഹമില്ല. ഈ വർഷമൊക്കെ നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കേണ്ട സമയങ്ങളായിരുന്നു കാണുന്നത് ഈ വർഷങ്ങളിൽ. ഇപ്പം ഈ കടന്നു പോകുന്ന അപ്പം അടുത്ത വർഷത്തേക്ക് പോകുമ്പോഴേക്കും കുറച്ചും കൂടി നീണ്ടു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ചോദിച്ചത്, ശ്രമിച്ചില്ലേന്ന്. അങ്ങനെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുവേ ഇപ്പം പറയാറുണ്ടല്ലോ, പെണ്ണ് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ള സമയത്തിലൂടെയാണ് പോകുന്നത്. ഓരോരോ അതേസമയം പണ്ടൊരു കാലത്ത് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഇപ്പം അത് മാറി അത് ഇങ്ങനെ ഉയർന്നും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ പെണ്ണ് കിട്ടാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാവും. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക ശ്രമിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ശ്രമിക്കുക, പക്ഷേ ഈ സമയം അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എന്താ പറയുക 11 അവരുടെ പേഴ്സണാലിറ്റി നമ്പർ. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക ആൾക്കാരെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുന്ന ഒരു ശ്രമമാണ് കൂടുതൽ നടത്തുക. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം ഇന്നതാണ്, അത് നമുക്ക് ശരിയാവില്ല, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അത് നമുക്ക് റെഡിയാവില്ല എന്നുള്ള അഭിപ്രായം കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ മനസ്സ് പിടിക്കുന്നവരെ തന്നെ അവരെടുക്കുള്ളൂ. അല്ലെങ്കിൽ മിക്ക ആൾക്കാരുടെയും പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമായിരിക്കും അവർക്ക് ആദ്യം കാണുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടി ഇതിൽ കാണാനുണ്ട്. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ കാര്യമായിട്ട് ശ്രമിക്കാൻ പറയാം. ഒന്നും കൂടി ഇനി 1 മാസം കൂടി ഉണ്ട്. ആ സമയത്ത് തന്നെ എന്തെങ്കിലും കണ്ട് അല്ലേ ഉറപ്പിക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? ഓക്കെ, എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് നിതിൻ സെബാസ്റ്റ്യൻ്റെ അമ്മയാണ് വിളിച്ചത്. അപ്പോൾ ആ എനർജീൻ്റെ പ്രത്യേകത അതാണ്, 2-1 എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പേരായിരിക്കണം. ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത പേരാണ് നിതിൻ സെബാസ്റ്റ്യൻ എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും പിന്നെ അവരുടെ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വേരിയേഷൻ അവർക്ക് ബാധിക്കും. അതിൽ പറയാനുള്ളൊരു ഘടകം ഇതാണ്, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ കയ്യിൽ എത്തി എന്ന് ഫീൽ ചെയ്യും, പക്ഷേ അനുഭവിക്കുമ്പോഴേക്കും അതിന് തെന്നി മാറുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ കൂടുതൽ നല്ല സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യത്തിനും ശ്രമിക്കുക, അവർക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞത് 4ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ്. 13 എന്ന എനർജി. 13 എന്ന എനർജി പല ആൾക്കാരും വ്യത്യസ്തമായിട്ട് കണക്കിലെടുക്കുന്ന ഒരു എനർജിയാണ്. ചൈനക്കാർ അതിനെ ഒരു എന്താ പറയുക അധികം സപ്പോർട്ടീവ് അല്ലാത്തതായിട്ട് കാണുന്നു. അങ്ങനെ ഇന്ത്യക്കാരാണെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടൊന്നും കാണുന്നുമില്ല. പക്ഷെ കൂടുതലും ഈ ചൈനക്കാരുടെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് 13നെ കുറ്റം പറയുന്ന അവസ്ഥ കാണാറുണ്ട്. പക്ഷേ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ചിന്തിക്കണ്ട എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഇന്ത്യയിലും അത് കാണുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി 13ൽ ജനിക്കുക എന്നുള്ളതാണെങ്കിൽ അവരെ നമുക്ക് ഉറപ്പായിട്ട് പറയാം, കുറ്റമല്ല പറയേണ്ടത്, നല്ലതാണ് പറയേണ്ടത്. ലോജിക്കലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ. ഒരുപാട് എന്താ പറയുക മോഹങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പാറിപ്പറക്കുന്ന മനസ്സല്ല. കൃത്യമായിട്ട് റിയാലിറ്റിയിൽ ഇവിടെ എന്ത് നടക്കും എന്നത് കൃത്യമായിട്ടുള്ള ബോധമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഒരുപാട് ഇമാജിനേഷനിൽ പറന്ന് നടക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൃത്യമായിട്ട് ആൾക്കാരുടെ മുന്നിൽ നിന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കാനൊക്കെ വേണ്ടത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അഡ്മിനിസ്ട്രേഷൻ രംഗത്തൊക്കെ ഇവർക്ക് വളരെ ശക്തി ഏറിയ ആൾക്കാരായിരിക്കും ഈ 13ൽ ജനിച്ച ആൾക്കാർ എന്ന് പറഞ്ഞതിൻ്റെ കാരണവും. എന്തായാലും പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്നാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഇനി ആർക്കെങ്കിലും എന്നെ പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതെൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്പറാണ്. 62 38 68 18 81. ഒന്നുകൂടി പറയാം, 6238681881. അപ്പോൾ കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രം ഇതിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.